നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഹൂ ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ ഡയറക്ടർ ഓഫ് എ ബാങ്ക്? പോസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ടോർച്ചർ കമ്മീഷൻ? ഇതിലേതാണ് ഉത്തരം? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഫൗണ്ടഡ് ദ ഇസ്ലാം ക്ലബ് ആൻഡ് ഇസ്ലാം ജിംഖാന? നാലാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഏർലി പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് വായിച്ച് നോക്കുക. മെമ്പർഷിപ്പ് ഓഫ് ദ സമീന്ദാരി അസോസിയേഷൻ അല്ലെങ്കിൽ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി വാസ് കെപ്റ്റ് എക്സ്ക്ലൂസീവ് ടു ഇന്ത്യൻസ്. സ്റ്റേറ്റ്മെൻറ്റ് ടു, മെമ്പർഷിപ്പ് ഓഫ് ദ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ വാസ് ഗീവൻ ടു ബോത്ത് ഇന്ത്യൻസ് ആൻഡ് ബ്രിട്ടീഷേഴ്സ്. ഇതിലേത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോസ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട, പഠിക്കാം. ഹിസ്റ്ററി സീരീസിലെ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സാണ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ബിഫോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കറിയാം 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില സംഘടനകളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ബംഗാൾ ഏരിയയിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തേതുമായ സംഘടന ബംഗഭാഷാ പ്രകാശിക സഭയാണ്. 1836 സ്റ്റാർട്ട് ചെയ്തു. ഗൗരി ശങ്കർ തർക്കബാഗീഷാണ് കീ ലീഡർഷിപ്പ് കൊടുത്തത്. ആരാണ് ഗൗരി ശങ്കർ തർക്കബാഗീഷ്? രാജാറാം മോഹൻ റോയിയുടെ ഒരു കീ ഫോളോവറാണ്. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയെ റിഫോം ചെയ്യുക, പിന്നെ മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യക്കാർക്കിടയിൽ സ്പ്രെഡ് ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ഒബ്ജക്റ്റീവ്സ്. അടുത്ത സംഘടന ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി. 1837 ദ്വാരകനാഥ് ടാഗോർ കൊൽക്കത്തയിൽ സ്റ്റാർട്ട് ചെയ്ത സംഘടനയാണ് ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി. ആരാണ് ദ്വാരകനാഥ് ടാഗോർ? ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഡയറക്ടർ ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ ഡയറക്ടറായി അപ്പോയിൻറ്റഡ് ആയ ഏറ്റവും ആദ്യത്തെ ഇന്ത്യനാണ് ദ്വാരകനാഥ് ടാഗോർ. 1829 കൊൽക്കത്തയിൽ അദ്ദേഹം ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബാങ്കിൻ്റെ പേരാണ് യൂണിയൻ ബാങ്ക് ഓഫ് കൊൽക്കത്ത ഇൻ 1829. ഈ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച മറ്റ് പ്രധാനപ്പെട്ട മെമ്പേഴ്സിൻ്റെ പേര് ഓർത്തു വയ്ക്കുക. രാജാ രാധാകാന്ത് ദേബ്, പ്രസന്നകുമാർ ടാഗോർ, രാജ്കമൽ സെൻ, ഭാഭാനി ചരൺ മിത്ര. ഈ പേരൊക്കെ നിങ്ങൾ കോഡ് ഉപയോഗിച്ചിട്ടൊക്കെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. കാരണം റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ടൈം കളയുന്നത് നെയിംസ് ഇങ്ങനെ റീകളക്ട് ചെയ്യാനും വർഷങ്ങൾ റീകളക്ട് ചെയ്യാനും വേണ്ടിയാണ്. ഇപ്പോൾ രാജ്കമൽ സെൻ കമൽഹാസൻ അഭിനയിച്ച രാജാവാണ്. പ്രസന്നകുമാർ ടാഗോർ എന്ന് പറയുമ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിനെ ഓർക്കാം. നോബൽ സമ്മാനമൊക്കെ നേടിയ ആളാണ്. അപ്പോൾ ഭയങ്കര പ്രസരിപ്പാണ്, പ്രസന്നതയാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുക. രാധാകാന്ത് ദേവ് രാധയുടെ കൃഷ്ണൻ ദേവുമാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് പേര് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി സമയം റിവിഷൻ ടൈമിൽ സേവ് ചെയ്യാൻ പറ്റും. ഈ സംഘടനയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി, സമീന്ദാരി അസോസിയേഷൻ. ഈ പേരിൽ തന്നെയുണ്ട് കാര്യങ്ങൾ. ഭൂവുടമകൾ, ബംഗാൾ, ബീഹാർ, ഒറീസ മേഖലയിൽ ഉണ്ടായിരുന്ന ഭൂവുടമകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സംഘടന സ്റ്റാർട്ട് ചെയ്തത്. മെമ്പർഷിപ്പ് ആർക്കൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? മെമ്പർഷിപ്പ് ഇന്ത്യൻസിനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നോൺ ഒഫീഷ്യൽ ബ്രിട്ടീഷേഴ്സിനും ഉണ്ടായിരുന്നു. നോൺ ഒഫീഷ്യൽ ബ്രിട്ടീഷേഴ്സ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഈ ട്രേഡിനും കൊമേഴ്സിനും ഒക്കെ ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ബ്രിട്ടീഷുകാർക്കും ഇവർ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ സംഘടനയുടെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? ഫസ്റ്റ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ടു അഡോപ്റ്റ് ദ പാത്ത് ഓഫ് ഓർഗനൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോൺസ്ട്രേഷൻസ്. ഒന്നുമില്ല, ഇന്ത്യയിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക്, ഡെമോൺസ്ട്രേഷൻസിന് തുടക്കം കുറിച്ച സംഘടനയാണ് ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി അല്ലെങ്കിൽ ജമീന്ദാരി അസോസിയേഷൻ. 1850 ആയപ്പോഴേക്കും ഈ സൊസൈറ്റി ഏകദേശം ദുർബലപ്പെട്ടു. ഇനി അടുത്ത സംഘടന ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയാണ്. 1843 സ്റ്റാർട്ട് ചെയ്തത്. കൽക്കട്ടയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രധാനപ്പെട്ട നേതാക്കൾ ജോർജ് തോംസൺ, ദ്വാരകനാഥ് ടാഗോർ, ചന്ദ്രമോഹൻ ചാറ്റർജി, പരമാനന്ദ മൈത്ര.
നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചുകൂടെ? എൻ്റെ ഉറ്റ സുഹൃത്ത്, എൻ്റെ മിത്രം, എൻ്റെ മിത്രത്തെ കാണുമ്പോൾ എനിക്ക് പരമാനന്ദമാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു വെക്കുക. പിന്നെ ഇതിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്: ടു പ്രൊമോട്ട് ഗുഡ് സിറ്റിസൺഷിപ്പ് ക്വാളിറ്റീസ്, റേസ് പബ്ലിക് അവയർനെസ് റിഗാർഡിംഗ് ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ഗവർണൻസ്, ജനങ്ങൾക്കിടയിൽ ഒരു സിറ്റിസൺഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക, നിലവിലത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകൾ ജനങ്ങളിലേക്ക് തുറന്നു കാട്ടുക. ഇതൊക്കെയായിരുന്നു ഇവരുടെ ഒബ്ജക്റ്റീവ്സ്. ഇനി അടുത്ത സംഘടന ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷനാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ 1851. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സംഘടനയില്ലേ, ഒന്ന് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയും രണ്ട് ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയും. ഈ രണ്ട് സംഘടനകൾ 1851 മെർജ് ചെയ്തിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പ്രസിഡൻ്റ് ആയിരുന്നത് രാജാ രാധാകാന്ത് ദേബും സെക്രട്ടറി ആയിരുന്നത് ദേബേന്ദ്രനാഥ് ടാഗോറും. ദേബേന്ദ്രനാഥ് ടാഗോർ ദ്വാരകനാഥ് ടാഗോറിൻ്റെ മകനാണ് കേട്ടോ. പിന്നെ അതർ പ്രൊമിനൻ്റ് ലീഡേഴ്സ്: രാം ഗോപാൽ ഘോഷ്, പിയറി ചന്ദ് മിത്ര, കൃഷ്ണദാസ് പാൽ. രാമനും ഗോപാലനും, രാം ഗോപാൽ ഘോഷ്, കൃഷ്ണദാസ് പാൽ. കൃഷ്ണൻ്റെ ദാസിന് പാൽ ഇഷ്ടമാണ്, അങ്ങനെ ചിന്തിച്ചൂടെ? കൃഷ്ണന് വെണ്ണയൊക്കെ ഇഷ്ടമായിരുന്നല്ലോ, അപ്പം പിന്നെ കൃഷ്ണൻ്റെ ദാസിന് പാൽ ഇഷ്ടപ്പെട്ട എന്താ പ്രശ്നം? ഇനി മെമ്പർഷിപ്പ് പ്രധാനമായിട്ടും ഇന്ത്യക്കാർക്ക് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എക്സ്ക്ലൂസീവ് ടു ഇന്ത്യൻസ്. ഇവിടെ ബ്രിട്ടീഷുകാർക്ക് വലിയ റോളില്ല. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജമീന്ദാരി അസോസിയേഷനിൽ ബ്രിട്ടീഷുകാർക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത സംഘടനയിലേക്ക് പോകാം. ബംഗാൾ അസോസിയേഷൻ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഈ വർഷം മാത്രം ഓർത്ത് വെച്ചാൽ മതി, 1852. അടുത്ത സംഘടന ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യൻ ലീഗ് 1875. ആരാണ് ലീഡർഷിപ്പ് കൊടുത്തത്? സിസിർ കുമാർ ഘോഷ്. സിസിർ കുമാർ ഘോഷിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട വേറൊരു പേരാണ് ശംഭുചരൺ മുഖർജി. SAMBHU, ശംഭുചരൺ മുഖർജി. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട എയിം എന്തായിരുന്നു? 1870 ആയപ്പോഴാണ് നാഷണലിസം ഇന്ത്യയിൽ ഇങ്ങനെ എമേർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അതിനനുസരിച്ച് ഫൗണ്ടിങ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിൽ ഇതിൻ്റെ പേര് ഭാരത സഭ എന്നായിരുന്നു. എന്തായിരുന്നു പേര് തുടക്കത്തിൽ? ഇതിൻ്റെ പേര് ഭാരത സഭ എന്നായിരുന്നു. പിന്നെ 1883 ഡിസംബർ 28 മുതൽ 31 വരെ ഇവർ ഒരു കോൺഫറൻസ് നടത്തി, ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ്. ആ കോൺഫറൻസ് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് വഴിതെളിച്ചത്. എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്? പല കാരണങ്ങളുണ്ട്. പ്രധാനമായി 2 കാരണങ്ങളാണുള്ളത്. ആ സമയത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ലിട്ടൻ്റെ റിയാക്ഷണറി പോളിസീസും പിന്നെ എമർജൻസ് ഓഫ് നാഷണലിസവും. എന്തൊക്കെയായിരുന്നു ലോർഡ് ലിട്ടൻ്റെ റിയാക്ഷണറി പോളിസീസ്? 1878 ആംസ് ആക്ട്, 1878 പ്രാദേശിക പത്ര നിയമം, പിന്നെ സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള മാക്സിമം ഏജ് 21 വയസ്സിൽ നിന്ന് 19 വയസ്സാക്കി കുറച്ചത്, ഇന്ത്യയിൽ ക്ഷാമം അതിരൂക്ഷമായി നിൽക്കുന്ന സമയത്ത് പോലും ഡൽഹി ദർബാർ 1877 ലാവിഷായിട്ട് നടത്തിയത്, ഇതൊക്കെ ഇന്ത്യക്കാരെ ചൊടിപ്പിച്ചു. പിന്നെ നാഷണലിസം എമേർജ് ചെയ്ത് വരുന്നതും ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചു. അതിനൊരു സംഘടന വേണമായിരുന്നു. ആ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. യഥാർത്ഥത്തിൽ ഈ ഒരു സംഘടനയാണ് കോൺഗ്രസ്സിനൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കൊടുത്തത്. 1886 ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ലയിക്കുകയായിരുന്നു. അവർക്ക് പല ഒബ്ജക്റ്റീവ്സും ഉണ്ടായിരുന്നു. ഒന്ന്, പൊളിറ്റിക്കൽ സിവിൽ ഇഷ്യൂസിൽ ഇടപെടുക, പരിഹരിക്കുക. 2, ഹൈലി സ്ട്രക്ചേർഡായ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടാക്കിയെടുക്കുക. ഈ അജണ്ടയുടെ പുറകിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ അണിനിരത്തുക. 3,
സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള മാക്സിമം ഏജ് 21 വയസ്സിൽ നിന്ന് 19 വയസ്സാക്കി ലോർഡ് ലിറ്റൺ കുറച്ചിരുന്നു. അതിനെതിരെ പ്രതിഷേധിക്കുക, ആ തീരുമാനം എടുത്തു കളയുക. 4. സിവിൽ സർവീസ് എക്സാം ഇംഗ്ലണ്ടിലും ഇന്ത്യയിലുമായിട്ട് നടത്തുക. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം അന്ന് നടത്തിയിരുന്നത് ഇംഗ്ലണ്ടിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല പിടിപാടുള്ള കെൽപ്പുള്ള ആൾക്കാർക്ക് ഇംഗ്ലണ്ടിൽ പോയിട്ടൊക്കെ എക്സാം എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള സിവിൽ സർവീസ് എക്സാം ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും ഒരുപോലെ നടക്കണമെന്ന് ഇവർ ആവശ്യം ഉന്നയിച്ചു. ഇനി 5-ാമത്തേത് റിപ്പീൽ ലോർഡ് ലിറ്റൺസ് റിപ്രസീവ് ആംസ് ആക്ട് ആൻഡ് വെർണാക്കുലർ പ്രസ് ആക്ട്. ഈ ആക്ടിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ബ്രിട്ടീഷുകാരെയും ഇന്ത്യക്കാരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ആക്ട്സ് ആയിരുന്നു ഇത്. ബ്രിട്ടീഷുകാർക്ക് ആയുധങ്ങൾ കൈവശം വയ്ക്കാൻ ലൈസൻസിൻ്റെ ആവശ്യമില്ല, എന്നാൽ ഇന്ത്യക്കാർക്ക് ആവശ്യമുണ്ട്. അതേ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് പ്രസ് സ്റ്റാർട്ട് ചെയ്യാൻ ലൈസൻസിൻ്റെ ആവശ്യമില്ല, എന്നാൽ അവിടെയും ഇന്ത്യക്കാർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള റിയാക്ഷണറി പോളിസീസ് എടുത്തു കളയുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി അടുത്ത സംഘടനയിലേക്ക് പോകാം. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഇൻ മഹാരാഷ്ട്ര ബോംബെ പ്രസിഡൻസി. ബോംബെ പ്രസിഡൻസി ഏരിയയിലുണ്ടായിരുന്ന രാഷ്ട്രീയ സംഘടനകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൂന സാർവജനിക് സഭ. 1870 സ്റ്റാർട്ട് ചെയ്തത്. മഹാരാഷ്ട്രയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആരൊക്കെയാണ് ലീഡർഷിപ്പ് കൊടുത്തിരുന്നത്? GV ജോഷി, SH സേത്ത്, SH ചിപ്ലങ്കർ, MG റാണഡെ, മഹാദേവ് ഗോവിന്ദ റാണഡെ. MG റാണഡെ 1871 പൂന സാർവജനിക് സഭയിൽ ജോയിൻ ചെയ്തത്. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, മഹാദേവ് ഗോവിന്ദ റാണഡെ പൂന സാർവജനിക് സഭയിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. 1871 സ്റ്റാർട്ട് ചെയ്തത്, ആദ്യം മുതലേ ഉണ്ടായിരുന്നില്ല. ഇനി GV ജോഷിയുടെ മറ്റൊരു പേരാണ് സാർവജനിക് കക്ക. GV ജോഷിയുടെ മറ്റൊരു പേരാണ് സാർവജനിക് കക്ക. SH ചിപ്ലങ്കറിൻ്റെ ഒരു ലിറ്റററി വർക്കാണ് നിബന്ധമാല. SH ചിപ്ലങ്കറിൻ്റെ ഒരു ലിറ്റററി വർക്കാണ് നിബന്ധമാല. ഇനി മഹാദേവ് ഗോവിന്ദ റാണഡയ്ക്ക് ധാരാളം കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. 1870 പ്രാർത്ഥന സമാജ് 1870 പ്രാർത്ഥന സമാജിൽ ജോയിൻ ചെയ്തു. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884 ഫൗണ്ട് ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് സെക്ഷൻ ഓർമ്മയില്ലേ? 72 ഡെലിഗേറ്റ്സ് പങ്കെടുത്ത ഫസ്റ്റ് സെക്ഷൻ. അതിൽ ഒരു ഡെലിഗേറ്റ് മഹാദേവ് ഗോവിന്ദ റാണഡെയായിരുന്നു. പിന്നെ രഘുനാഥ് റാവുവുമായിട്ട് ചേർന്ന് ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് ഫൗണ്ട് ചെയ്തു. 1861 വിഡോ റീമാരേജ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒന്നും കൂടി നമുക്ക് പറയാം. പ്രാർത്ഥന സമാജ് 1870 ജോയിൻ ചെയ്തു. 1884 ഡക്കാൻ എഡ്യൂക്കേഷൻ പോളിസി ഫൗണ്ട് ചെയ്തു. ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് രഘുനാഥ് റാവുവുമായിട്ട് ചേർന്ന് ഫൗണ്ട് ചെയ്തു. 1861 വിഡോ റീമാരേജ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്ത സംഘടന ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. 1885 ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഫൗണ്ട് ചെയ്തത്. ഫിറോസ് ഷാ മെഹ്ത്ത, KT തെലങ്ക്, ബദ്രുദ്ദീൻ ത്യാബ്ജി, ഇവർ 3 പേരുമാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ. ഈ 3 പേർ അറിയപ്പെട്ടിരുന്നത് 3 സ്റ്റാർസ് ഓഫ് ബോംബെ എന്നായിരുന്നു. ഇനി ഫിറോസ് ഷാ മെഹ്ത്തയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, ലയൺ ഓഫ് ബോംബെ, അൺക്രൗൺഡ് കിങ് ഓഫ് ബോംബെ, ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഫിറോസ് ഷാ മെഹ്ത്തയാണ്. കിരീടം വെക്കാത്ത ബോംബെയുടെ രാജകുമാരൻ, ബോംബെയുടെ സിംഹം, ഇതൊക്കെ ഫിറോസ് ഷാ മെഹ്ത്തയുടെ അപരനാമങ്ങളായിരുന്നു. ഫിറോസ് ഷാ മെഹ്ത്ത 1872 ബോംബെ മുനിസിപ്പൽ ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഫാദർ ഓഫ് ബോംബെ മുനിസിപ്പാലിറ്റി എന്നാണ്.
4 പ്രാവശ്യം ബോംബെ മുനിസിപ്പാലിറ്റിയുടെ മേയറായിരുന്നു. 1890 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എലക്ട് ചെയ്യപ്പെട്ടു. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മെഹ്തയുടെ പത്രമായിരുന്നു. മാത്രമല്ല ഫിറോസ് ഷാ മെഹ്ത സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തു. ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബാരിസ്റ്റർ ഓഫ് ബോംബെ. ബോംബെയുടെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ ബാരിസ്റ്റർ അത് ഫിറോസ് ഷാ മെഹ്തയായിരുന്നു. രണ്ടാമത്തേത് KT തെലങ്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇനോഗ്രൽ സെക്രട്ടറി എന്നറിയപ്പെട്ടത് KT തെലങ്കാണ്. ബോംബെ ഹൈക്കോർട്ടിൽ 1889 ജഡ്ജായിട്ട് അപ്പോയിൻറ്റഡായി. വേറൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഫസ്റ്റ് ഇന്ത്യൻ വൈസ് ചാൻസലർ ഓഫ് ബോംബെ യൂണിവേഴ്സിറ്റി. KT തെലങ്കാണ് ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ ഇന്ത്യൻ വൈസ് ചാൻസലർ. പിന്നെ KT തെലങ്കും ബാലഗംഗാധര തിലകും തമ്മിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഡിബേറ്റ്സ് നടത്തിയിരുന്നു. അതൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. ആരൊക്കെ തമ്മിലാണ്? KT തെലങ്കും തിലകും തമ്മിൽ പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് നടന്നിരുന്നു. അതൊക്കെ വളരെ ഫേമസ് ആയ ഡിബേറ്റ്സ് ആണ്. പിന്നെ അടുത്തത് ബദ്രുദ്ദീൻ ത്യാബ്ജി. ഇസ്ലാം ക്ലബ്, ഇസ്ലാം ജിംഖാന, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ബദ്രുദ്ദീൻ ത്യാബ്ജിയാണ്. കോൺഗ്രസിൻ്റെ 3ാമത്തെ പ്രസിഡൻ്റായിട്ട് 1887 മദ്രാസ് സെക്ഷനിൽ എലക്ട് ചെയ്യപ്പെട്ടത് ബദ്രുദ്ദീൻ ത്യാബ്ജിയാണ്. അതോടെ ബദ്രുദ്ദീൻ ത്യാബ്ജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡൻ്റായി. ബോംബെ ഹൈക്കോർട്ടിൻ്റെ ജഡ്ജായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. 1902 ആയപ്പോഴേക്കും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് മാറി. ബാലഗംഗാധര തിലകിന് ബദ്രുദ്ദീൻ ത്യാബ്ജി ബെയിൽ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഹി ഫേമസ്ലി ഗ്രാൻഡഡ് ബെയിൽ ടു ബാലഗംഗാധര തിലക് ഡ്യൂറിങ് ഹിസ് സെഡിഷൻ ട്രയൽ എലോങ് സൈഡ് ഹിസ് ബ്രദർ കാമറുദ്ദീൻ ത്യാബ്ജി. അദ്ദേഹത്തിൻ്റെ സഹോദരനായ കാമറുദ്ദീൻ ത്യാബ്ജിയുമായിട്ട് ചേർന്ന് ഫൗണ്ട് ചെയ്ത ഒരു എഡ്യൂക്കേഷണൽ ബോഡിയാണ് അഞ്ജുമാൻ ഐ ഇസ്ലാം. 1876 സ്റ്റാർട്ട് ചെയ്തത്. എന്താണ്? അദ്ദേഹത്തിൻ്റെ ബ്രദർ കാമറുദ്ദീൻ ത്യാബ്ജിയുമായിട്ട് ചേർന്നുണ്ടായ എഡ്യൂക്കേഷണൽ ബോഡിയാണ് അഞ്ജുമാൻ ഐ ഇസ്ലാം. അപ്പോൾ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ബിഫോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ടോപ്പിക്കിൻ്റെ ആദ്യത്തെ പാർട്ട് ഇവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, മദ്രാസ് മഹാജനസഭ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, പിന്നെ എമർജൻസ് ഓഫ് നാഷണലിസം, ഈ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ പഠിക്കുക.